സദ്ഗുരുവേ ശരണം. ഹായ്. അപ്പോൾ നമ്മുടെ ഡയറ്റിങ് എവിടെ വരെ എത്തി? ഞാൻ എൻ്റെ കോഫി കുടിക്കട്ടെ കേട്ടോ. കോഫി എന്ന് പറഞ്ഞാൽ ഫുൾ പാലിൽ കുറച്ച് കോഫി പൗഡർ ഇടും, കുറച്ച് ശർക്കര ഇടും. അപ്പോൾ പാലിൻ്റെ പ്രോട്ടീൻ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ കുടിച്ചുകൊണ്ട് പറയാം. ഞാനിപ്പോൾ ഒരു കോഫി അഡിക്റ്റ് ആയിപ്പോഴാണ്. കോഫി അഡിക്ഷൻ നല്ലതല്ല എന്ന് പറയുന്നു. അപ്പം ഞാൻ പതുക്കെ അതിൽ നിന്നും മാറും. അപ്പം അറിയിക്കാം. രാവിലെ ആശ്രമത്തിൽ പോയിട്ട് വന്നു. മെയ് 6 വ്രതം നടക്കുകയാണ്. 72 ദിവസത്തെ നമ്മുടെ വ്രതമാണിപ്പോൾ. പ്രാർത്ഥനയുണ്ട്. ഗുരു ആദിസങ്കല്പത്തിൽ ലയിച്ച ദിവസമാണ് മെയ് 6. അപ്പോൾ അത് നവ ഉലി ജ്യോതിർദിനം എന്നാണ് നമ്മൾ ശാന്തിഗിരിയിൽ അത് ആഘോഷിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അതൊരു ആഘോഷമാണ് കേട്ടോ. ഗുരു ആദിസങ്കല്പത്തിൽ ലയിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. ഗുരു ശരീരം വെടിയുന്നതിന് നമ്മൾ പറയുന്ന ആ ഒരു വാക്കതാണ്. അപ്പോൾ ആ ഒരു ദിവസത്തെ പ്രാർത്ഥനകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ രാവിലെ പോയിട്ട് വന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു ഫുൾ ഇത് കാണിക്കാം. കാരണം ഒരാൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചായിരുന്നു, ചേച്ചി ആ ഒരു പാറ്റീസ് ഞാൻ ഉണ്ടാക്കിയത് കാണിച്ചല്ലോ, അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ ഒന്ന് കാണിക്കാമോ, അത് എത്ര ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ വേറൊരാൾ പറഞ്ഞു, അതായത് ഇതെങ്ങനെ നേരത്തെ ഇത് നമ്മൾ റെഡിയാക്കും, എല്ലാം ഇങ്ങനെ പ്രെപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ പ്രോട്ടീൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാനിപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരോട് പറയുകയാണ്, നമ്മൾ മിനിമം ഒരു 100 ഗ്രാം പ്രോട്ടീൻ നമ്മളൊരു ദിവസം കഴിക്കണം. അപ്പോൾ ഈ 100 ഗ്രാം പ്രോട്ടീൻ എങ്ങനെ നമുക്ക് ഒപ്പിക്കാമെന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു പ്രെപ്പിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ കാലറി മാത്രം നോക്കിയാൽ പോരാ. ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ എടുത്ത് നമ്മൾ ഫുഡ് കാലറി നോക്കി കഴിക്കും. ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. കറക്റ്റ് പ്രോട്ടീൻ്റെത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പ്രോട്ടീൻ വേണമെന്നറിയാം, എങ്കിലും അതിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനോ അല്ലെങ്കിൽ നമ്മുടെ രൂപത്തിനോ ഭാവത്തിനോ ഒന്നും ഒരു കോട്ടവും തട്ടാതെ, ഇപ്പോൾ സെലിബ്രിറ്റീസൊക്കെ കണ്ടില്ല, അവർ വെയിറ്റ് കുറയുമ്പോൾ അവരുടെ ഭംഗി പോകുന്നില്ല. അതിൻ്റെ കാരണം അവർ സയൻറ്റിഫിക്കായിട്ട് ആവശ്യത്തിന് പ്രോട്ടീൻ ഒക്കെ കഴിച്ചാണ് അവർ വണ്ണം കുറയ്ക്കുന്നത്. പട്ടിണി എന്ന് പറഞ്ഞൊരു സംഭവമേ ഈ ഡയറ്റിങ്ങിലില്ല. ആവശ്യത്തിന് ഭക്ഷണം തൃപ്തിയായിട്ട് കഴിക്കാൻ പറ്റും. അപ്പം അതാണ് നമ്മുടെ ഒരു ഇപ്രാവശ്യത്തെ എൻ്റെ ലൈവ് വെയിറ്റ് ലോസിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ തന്നെ അങ്ങനെയാണ്. എന്താണ്, ഈസി ആയിട്ട് സന്തോഷത്തോടെ തൃപ്തിയായിട്ട് നമുക്ക് എങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യാം നല്ല ആരോഗ്യത്തോടെ. അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ ഒരു ദിവസത്തെ എൻ്റെ ആ ഒരു പ്രെപ്പ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ 100 ഗ്രാം പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ എന്തിൽ നിന്നൊക്കെ എനിക്ക് 100 ഗ്രാം പ്രോട്ടീൻ കിട്ടും, ഇന്ന് ഞാൻ എന്തൊക്കെ കഴിച്ചാൽ എനിക്ക് 100 ഗ്രാം പ്രോട്ടീൻ കിട്ടുമെന്ന് ഞാൻ ആദ്യം ഒരു കണക്കെടുക്കും. അതിന് കണക്കെടുക്കാൻ സഹായിക്കുന്ന വേറെ ആരുമല്ല, ഇപ്പോൾ നമ്മുടെ ChatGPTയും ജെമിനിയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവരെടുത്ത് ഞാൻ ചോദിക്കും, ChatGPTയോടാണ് ചോദിക്കുന്നത്. ഞാൻ ഇപ്പോൾ എൻ്റെ കാലറി ഡെഫിസിറ്റ് ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്, അതനുസരിച്ച് എനിക്ക് 100 ഗ്രാം പ്രോട്ടീൻ വേണമെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്തൊക്കെ കഴിക്കാൻ ഉദ്ദേശിക്കുന്നു, ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ നല്ലൊരു കറക്റ്റ് ഒരു ഡയറ്റ് ചാർട്ട് തരും. അതിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ വരുത്തിയാൽ മതി. അപ്പോൾ ആ രീതിയിൽ ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു ഡയറ്റിന് വേണ്ടിയിട്ട് റെഡിയാക്കിയ ഒരു ചാർട്ടുണ്ട്. അതനുസരിച്ചാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പാറ്റീസാണ്. ആ പാറ്റീസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു 60-62 ഗ്രാം പ്രോട്ടീൻ അതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പം അത് ആദ്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ നമുക്ക് അതനുസരിച്ച് എങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ചും ഡിന്നറും ഞാൻ കഴിക്കാൻ പോകുന്നതെന്ന് ഞാനൊന്ന് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും അത് മുഴുവനും കാണുക. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ എഴുതി അയക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ വെയിറ്റ് എത്രയാണ്, നിങ്ങൾ ഈ പറഞ്ഞ പോലെ കാലറി ഡെഫിസിറ്റും പ്രോട്ടീൻ്റെ ഇതൊക്കെ നോക്കിയോ? ഇപ്പോൾ ഞാനിതെല്ലാം പറഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോസൊക്കെ കാണുന്നവരിൽ എത്ര പേര് നോക്കി കാലറി ഡെഫിസിറ്റും പ്രോട്ടീൻ ടാർഗറ്റും നോക്കിയോ? അത് രണ്ടും മസ്റ്റായിട്ട് നോക്കണം. അത് നോക്കിയിട്ട് നമ്മൾ ഡയറ്റിംഗ് തുടങ്ങിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ആശാലത ശ്രീജിത്ത്. എൻ്റെ ഓട്സ് കഴിക്കട്ടെ. ഇത് റിച്ച് ഇൻ ഫൈബർ, പ്രോട്ടീൻ എല്ലാം നല്ല റിച്ച് ആയിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ ഉള്ള നമ്മുടെ ഓട്സ്. ഇതിൽ 595 കാലറീസും പിന്നെ 22 ഗ്രാം പ്രോട്ടീനും ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് ഞാൻ കഴിച്ചത്. ഇത് നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ, ഓട്സിൻ്റെ ആ ഒരു ബൗൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത്.
ആ സെയിം കാര്യം തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്തത് കാണിക്കുന്നില്ല. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പാറ്റീസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ഇതുപോലെ മീൽ മേക്കർ നന്നായിട്ട് തിളപ്പിച്ച് അത് ഊറ്റി വെച്ചിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുക്കുമ്പോൾ ഇതൊരു 200 ഗ്രാം മീൽ മേക്കറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പേര് മീൽ മേക്കർ എന്നാണ് ഞാൻ പറയുന്നത്. സംഭവം സോയ ചങ്ക്സ് ആണ് കേട്ടോ. അപ്പോൾ ആരോ ഒരാൾ ചോദിച്ചു എന്താ ഈ മീൽ മേക്കർ എന്ന്. ഇനി ഇത് നമ്മുടെ ഒരു ടേസ്റ്റ് കൂട്ടാനും പിന്നെ ഏറ്റവും നല്ല സാധനമാണല്ലോ സ്വീറ്റ് പൊട്ടാറ്റോ പിന്നെ ബീട്രൂട്ട്. ഇതിലൊരു സ്വീറ്റ് പൊട്ടാറ്റോ 100 ഗ്രാമേ ഞാൻ ഇതിനകത്ത് നിന്ന് എടുക്കുന്നുള്ളൂ. ബീട്രൂട്ടും 100 ഗ്രാം നമ്മൾ അളന്നെടുക്കും. ഇതേപോലെ കൃത്യം അളന്നെടുത്താൽ എല്ലാം നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് ഈ മീൽ മേക്കറും അതായത് സോയ ചങ്ക്സും ഈ ബീട്രൂട്ടും കൂടെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യണം. അത് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോഴത്തേക്കും നമുക്ക് ഈ സ്വീറ്റ് പൊട്ടാറ്റോയും ഈ വെള്ളക്കടല ചിക്ക് പീസും കൂടെ നന്നായിട്ട് ഉടച്ചെടുക്കണം. കണ്ടോ? അപ്പോൾ ഇതിലില്ലെങ്കിൽ മിക്സിയിൽ അടിച്ചാലും മതി. ഇത് കുറച്ച് പാടായിരുന്നു ആക്ച്വലി. മിക്സിയിൽ അടിക്കുമ്പോൾ നമുക്ക് വെള്ളം കൂടുതലാകാതെ, വെള്ളം ഒട്ടും വേണ്ട, അപ്പോൾ ഇങ്ങനെ വെള്ളമില്ലാതെ നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടുവാണെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ ഇത് നന്നായിട്ട് ഉടച്ചെടുത്തു. പിന്നെ ഇതിൽ നമ്മൾ കടലമാവ്, ഒരു 100 ഗ്രാം കടലമാവ് ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നു. ഇതെല്ലാം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനങ്ങളാണ് സെലക്ട് ചെയ്ത് ചേർത്തിരിക്കുന്നത്. ഈ കോമ്പിനേഷൻ നമ്മൾ എടുക്കുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് മാക്സിമം പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളാണ് ഈ സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ കുഴച്ച്, നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമല്ലോ അതേപോലെ തന്നെ നന്നായിട്ട് ഒരു തുള്ളി വെള്ളം വേണ്ട. ഇത് കണ്ടോ, ഇപ്പോൾ ബീട്രൂട്ടൊക്കെ വെന്ത വെള്ളം പിന്നെ മീൽ മേക്കറിലെ വെള്ളം എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് മാക്സിമം നമുക്ക് അത്രയും വെള്ളമൊക്കെ മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ കുഴച്ച് എടുക്കണം. കുഴച്ചെടുക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ചേർക്കാനുണ്ട്. ഇപ്പം ഈ ഒരു സംഭവത്തിൽ നിന്ന് തന്നെ എത്ര ഗ്രാം പ്രോട്ടീനാണ് കിട്ടുന്നതെന്നറിയോ? 82 ഗ്രാം പ്രോട്ടീനുള്ള സാധനങ്ങളാണ് അതിനകത്ത് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പം നമുക്കിപ്പോൾ ഒരു നേരത്തേക്ക് മതിയെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് കുറച്ചാൽ മതി. ഇതിൻ്റെ പകുതി എടുത്താൽ അത്രയും പകുതി പ്രോട്ടീൻ. പിന്നെ വേറെ എന്തെങ്കിലും അടുത്ത ഭക്ഷണത്തിന് നിങ്ങൾക്ക് വേറെ പ്രോട്ടീൻ നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അത് മതി. ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് എളുപ്പത്തിന് ഇത് ഒറ്റയടിക്ക് ഉണ്ടാക്കിയാൽ ഒരു ദിവസം 3 നേരമായിട്ട് ഇത് കഴിച്ചാൽ മതിയല്ലോ. ബാക്കി പിന്നെ കുറച്ച് ചോറ് ചപ്പാത്തി അങ്ങനെ നമുക്ക് കഴിക്കാമല്ലോ ഇതിൻ്റെ കൂടെ. അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തത് ഇന്നത്തെ ദിവസം. അപ്പോൾ ഇത് ടേസ്റ്റും ഉണ്ട്. നമുക്ക് ഇത്രയും ഗ്രാം, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ഗ്രാം പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി നമ്മൾ വേറെയൊക്കെ അന്വേഷിച്ച് നടക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിനകത്ത് സവാള അരിഞ്ഞിട്ടു, പിന്നെ മല്ലിയില. ഇനി ഇതിനകത്ത് കുറച്ച് മസാലയും കൂടെ ചേർക്കും. മസാലയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുമല്ലോ. ഇനി ഇത് ഇപ്പം ഇങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് എന്തെങ്കിലും ഇതൊക്കെ കഴിച്ചാലും മതി. ഇതെല്ലാം വേവിച്ച് നമ്മൾ കടുവൊക്കെ വറുത്ത് കഴിക്കുക. കുറച്ച് ഇഞ്ചി ഗ്രേറ്റ് ചെയ്തിടുന്നു. പക്ഷെ അങ്ങനെ ഇപ്പോൾ പുഴുങ്ങി മാത്രം, ഇപ്പോൾ വെള്ളക്കടലയൊക്കെ പുഴുങ്ങിയത് മാത്രം കഴിക്കുമ്പോൾ എല്ലാവർക്കും മടുക്കും. പക്ഷെ ഇതാവുമ്പോൾ നമുക്ക് തന്നെ ഒരു നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ഇത് കിട്ടും. മനസ്സിലായോ? നമുക്ക് എന്തൊക്കെയോ നന്നായിട്ട് നമ്മൾ കഴിക്കുന്ന തൃപ്തി ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തിക്കളയും. മുളക് പൊടി കുറച്ചിട്ടു. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും, പിന്നെ ചാട്ട് മസാല. അപ്പം ഇതൊരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കിട്ടുമല്ലോ ഈ ചാട്ട് മസാലയൊക്കെ ഇടുമ്പോൾ. അതൊക്കെ ഇട്ടിട്ട് പിന്നെ ഇതിൻ്റെ കൂടെ നല്ല ഡ്രസ്സിങ് നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇപ്പോൾ പനീർ ഡ്രസ്സിങ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നല്ല കട്ട തൈര് വെച്ചിട്ട് നമുക്കൊരു സാലഡ്. ഇപ്പോൾ ഞാനിതിനകത്ത് ഇപ്പോൾ ഇവിടെ കട്ട തൈര് വെച്ചിട്ടുള്ള സാലഡാണ് ഉണ്ടാക്കുന്നത് ഇതിനിപ്പോൾ മാച്ചായിട്ട്. പിന്നെ കുറച്ച് സോസും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇതേപോലെ നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ആക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഇത് ഇത്രയും പാടാണെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിങ്ങനെ കുഴച്ച് ദോശ പോലെ ചുട്ട് എടുക്കുകയും ചെയ്യാം കേട്ടോ. അതാണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്. ഇതിപ്പം നമ്മൾ പാറ്റീസ് പോലെ എടുത്ത് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കണം. മറ്റേത് ഇതിൽ കുറച്ച് ഞാൻ നെയ്യ് ഇങ്ങനെ തടവിയിട്ടുണ്ട് ഇതിനകത്ത്. ഓരോ ടേസ്റ്റ് മാറി മാറി ഇങ്ങനെ പരീക്ഷിച്ചാൽ മതി. ഇപ്പം ഇത്രയും ഒന്നും ഉണ്ടാക്കണ്ട. നിങ്ങൾക്കിപ്പോൾ കുറച്ച് മതിയെങ്കിൽ അത്രയും ക്വാണ്ടിറ്റി കുറച്ചെടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ നേരം എടുക്കേണ്ടി വന്നു. ജോലി ഉണ്ടായിരുന്നു കുറച്ച് നേരം. പക്ഷെ പിന്നെ ഫുൾ ഡേ പിന്നെ നമ്മൾ ഫ്രീ ആണ്. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കുറച്ച് ഡ്രൈ, അതായത് ഒട്ടും തന്നെ എണ്ണയിലൊന്നും അല്ല മുക്കി പൊരിക്കുന്നത്. ഇതുണ്ട്. പിന്നെ അതുപോലെ കേർഡ് എന്ന് പറയുന്നതും ഏറ്റവും നല്ല
പ്രോട്ടീനുള്ളൊരു സംഭവമാണ്. നമ്മൾ കേർഡ് എല്ലാ ലഞ്ചിൻ്റെയും കൂടെ കുറച്ച് കേർഡ് കഴിക്കുന്നത് നല്ലതാണ്. മീൻസ് ലഞ്ചിൻ്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ കുറച്ച് സാലഡ് പോലെ ആക്കി കഴിക്കാം. പിന്നെ ഡിന്നറിന് മാത്രം നമ്മൾ തൈര് പ്രിഫർ ചെയ്യേണ്ട, രാത്രി നമ്മൾ തൈര് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു നല്ല സൂപ്പർ നമുക്കൊരു ഫുൾ മീലാണ് കേട്ടോ. ഇതിപ്പോൾ വേണമെങ്കിൽ ഒരു ചപ്പാത്തി എടുത്ത് അതിനകത്ത് ഇതെല്ലാം അടുക്കി വെച്ച് നമുക്ക് കുറച്ച് സോസൊക്കെ ഒഴിച്ച് റോൾ ചെയ്ത് അങ്ങനെയൊക്കെ കഴിക്കാം നമുക്കിഷ്ടമുള്ള പോലെ. ഇപ്പോൾ ഞാൻ ഇന്നിപ്പോൾ അത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. കാരണം ഇതിൻ്റെ കൂടെ എനിക്ക് വേറെ ഒന്നും വേണമെന്ന് തന്നെ തോന്നിയില്ല. നല്ലൊരു സോസ് ഉണ്ടായിരുന്നു, അതായത് ഇംലി ഡേറ്റ്സിൻ്റെ ഒരു സോസ്, ആ സോസും കൂടെ ഒഴിച്ചു. അപ്പോൾ അതിലൊക്കെ കുറച്ചിപ്പോൾ നമ്മൾ അതിലെ കാലറീസ് ഒന്നും നമ്മൾ അധികമായിട്ട് നോക്കണ്ട, കാരണം അതിൽ കുറച്ചല്ലേ നമ്മൾ എടുക്കുള്ളൂ. ഒരുപാട് ഇങ്ങനെ സോസ് ഒഴിച്ച് കഴിക്കില്ലല്ലോ. അത് കുഴപ്പമില്ല, കാരണം ബാക്കിയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ കുറച്ച് സോസ് ഒന്നും ഉപയോഗിച്ചൊന്നും കുഴപ്പമില്ല. 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 2 ടീസ്പൂണൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ എടുത്ത് വെച്ച് പിന്നെ ഞാൻ കുറച്ച് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യുന്നു. കാരണം ഉണ്ടാക്കി വന്നപ്പോൾ ഞാൻ വിചാരിച്ചാലും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് വിശന്നതുമില്ല. അതാണല്ലോ ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ വിശക്കുകയില്ല. അപ്പം നമ്മൾ പിന്നെ പ്രോട്ടീൻ ഇത്രയും കഴിക്കാൻ വേണ്ടി നമ്മൾ പല ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കും, ഹെൽത്തി ആയിട്ടുള്ളത് കഴിക്കണമല്ലോ. അതാണ്, അതുകൊണ്ടാണ് ഈ ഡയറ്റിംഗ് എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ ഡയറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പട്ടിണി കിടക്കുന്നതേ അല്ല, കറക്റ്റ് ഫുഡ് നോക്കി അത് അറേഞ്ച് ചെയ്ത് കഴിക്കുന്നതാണ് ഡയറ്റിംഗ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളിങ്ങനെ കുറച്ചാൾ പട്ടിണി കിടന്ന് നമ്മൾ വണ്ണമൊക്കെ കുറച്ചിട്ട് അത് അതിൻ്റെക്കാളും ഇരട്ടിയിൽ തിരിച്ചു വരും, നമ്മുടെ കോലവും പോവും. അങ്ങനത്തെ ഒരു എന്താ പറയുക, നമുക്കൊരു ട്രോമ സമ്മാനിക്കുന്ന ഡയറ്റിംഗ് ചെയ്തുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാനും ഇത് എക്സ്പെരിമെൻ്റ് ചെയ്ത് തന്നെ നോക്കുവാണ്. ഇതൊക്കെയാണല്ലോ ഇതൊക്കെ ചെയ്ത് നല്ല തഴക്കവും പഴക്കമുള്ളവരെല്ലാം പറയുന്നത്. അപ്പം അതുകൊണ്ട് ഞാനും നോക്കുവാണ്. നമുക്ക് നോക്കാം, ലൈവായിട്ടുള്ള നമ്മുടെ വെയിറ്റ് ലോസ് അല്ലേ, ഒരു എക്സ്പെരിമെൻറ്റ് പോലെ ആയിക്കോട്ടെ. ഇതൊന്നും എന്തായാലും ദോഷം ചെയ്യില്ലല്ലോ. എന്തായാലും ഞാൻ കാലറി വാച്ച് ചെയ്യുന്നുണ്ട്, പ്രോട്ടീൻ ഇൻടേക്കും നമ്മൾ കറക്റ്റാക്കി കൊണ്ട് പോവുകയാണ്. പിന്നെ എക്സസൈസ് 1 മണിക്കൂർ നടക്കുക, അല്ലെങ്കിൽ അരമണിക്കൂർ എന്തെങ്കിലും ഡാൻസ് വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്ട്രെച്ചിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ബോഡി എപ്പോഴും നല്ല ടൈറ്റ് ആൻഡ് ഫിറ്റ് ആക്കി വയ്ക്കാം. ക്ലോസപ്പ് എടുത്തോ. അരെ വാ, ഇംലി ചട്നിയുടെ ഇതും സാലഡും. അപ്പോൾ ഇനി വണ്ണം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒട്ടുമേ ബേജാറടിക്കണ്ട. ഞാനൊരു കാര്യം വിചാരിച്ചിട്ടുണ്ട്, എന്തായാലും ഇതുപോലെ നല്ല രീതിയിൽ ഞാൻ ഡയറ്റ് ചെയ്ത് വണ്ണം കുറയട്ടെ, അല്ലാതെ ഇനി പട്ടിണി കിടന്നൊന്നും കുറയ്ക്കുന്നില്ല. അപ്പോൾ അങ്ങനെ കുറയുന്നെങ്കിൽ കുറയ്ക്കാം, അത് മതി എന്ന് ഞാൻ ഒരു ഉറപ്പിച്ച് തീരുമാനമെടുത്തു. അപ്പോൾ തന്നെ എനിക്ക് പകുതി സ്ട്രെസ്സ് പോയി. അപ്പോൾ നമ്മൾ ഫ്രീ ആയി. കാരണം നമുക്കിന് കുറയില്ല എന്നുള്ളൊരു ചിന്താഗതിയും കുറയോ എന്നുള്ള ആദ്യം കൂടെ നമുക്ക് ഭയങ്കര സ്ട്രെസ്സാവും. സ്ട്രെസ്സ് കൂടിയാൽ വണ്ണം കൂടും, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് സ്ട്രെസ്സ് ഉണ്ടാവരുത്. അതായത് വണ്ണം കുറയുമോ എന്നുള്ള സ്ട്രെസ്സ് പോലും നമുക്ക് വേണ്ട. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് പോയിട്ട് കുറയുമ്പോൾ കുറയട്ടെ എന്ന് പറഞ്ഞങ്ങ് വിടണം. നമ്മുടെ നമുക്കൊരു ഗോളൊക്കെ ഉണ്ടാവും, പക്ഷെ അതവിടെ ഇരിക്കട്ടെ. പക്ഷെ നമ്മൾ ഫ്രീ ആയിട്ട് വിടുക. അങ്ങനെ കുറയെങ്കിൽ കുറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട എന്നങ്ങ് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഫ്രീ ആയില്ലേ. അതൊരു ടെക്നിക്കാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. 3 കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ വെയിറ്റ് ലോസ് ചെയ്യേണ്ടവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിൽ ഏറ്റവും ആദ്യത്തെന്ന് പറഞ്ഞാൽ കാലറി ഡെഫിസിറ്റ് നമ്മൾ കണ്ടുപിടിക്കുക. എങ്ങനെയാണ് കാലറി ഡെഫിസിറ്റ് കണ്ടുപിടിക്കുന്നത്? നമ്മുടെ വെയിറ്റ് ഇൻറ്റു 30 മൈനസ് 500, അതാണ് നമ്മുടെ കാലറി ഡെഫിസിറ്റ്. അത്രയും കാലറീസ് ഉള്ള ഭക്ഷണം, അതിനകത്ത് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ. അത് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രോട്ടീൻ ഇൻടേക്ക് കറക്റ്റായിട്ട് ചെയ്യണം. കാലറി മാത്രം നോക്കിയാൽ പോരാ, പ്രോട്ടീനും എത്ര കിട്ടുന്നു നോക്കണം. അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ പ്രോട്ടീൻ ടാർഗറ്റ് കിട്ടുമെന്ന് വെച്ചാൽ, നമ്മുടെ വെയിറ്റ്, ഇപ്പോഴത്തെ വെയിറ്റ് ഇൻറ്റു ഒരു 1.6 ചെയ്യുമ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. ഇപ്പോൾ മിക്കവാറും അത് 100 120 അങ്ങനെയൊക്കെയുള്ള റേഞ്ചിലായിരിക്കും. എനിക്കത് 140 കിട്ടിയത്.
പക്ഷേ അത് അത്രയും നമ്മൾ കഴിക്കണം എന്നില്ല. അത് കാരണം ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുന്നവർക്കോ അങ്ങനെയൊക്കെയാണ് അത് 1.6 വരുന്നത്. നമ്മളെപ്പോലെ സാധാരണ കാര്യങ്ങൾ മാത്രം ചെയ്തിരിക്കുന്നവർക്ക് 1.6 ഒന്നും വേണ്ട. അപ്പം അതുകൊണ്ട് ഞാനൊരു ആവറേജ് ഒരു 100 ഗ്രാം പ്രോട്ടീൻ, അത് എല്ലാവർക്കും 100 ഗ്രാം പ്രോട്ടീൻ അത് സൂട്ടബിൾ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ അത്രയും പ്രോട്ടീൻ നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലണം. അത്രയും പ്രോട്ടീൻ ചെന്നാൽ മാത്രമേ നമ്മുടെ വണ്ണം കുറയുള്ളൂ കേട്ടോ. ഹെൽത്തി ആയിട്ട് വണ്ണം കുറയും. അല്ലെങ്കിൽ മസിലെല്ലാം കൂടെ പോകുന്നല്ലാതെ നമ്മുടെ ഫാറ്റൊന്നും പോകാൻ പോകുന്നില്ല. തിരിച്ച് അതിനേക്കാളും സ്പീഡിൽ വരികയും ചെയ്യും, കോലം കെടുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ പ്രോട്ടീൻ ഇൻടേക്ക് കറക്റ്റായിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ഗ്രാം പ്രോട്ടീനുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇത്രയും നമ്മുടെ യൂട്യൂബിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം പ്രോട്ടീൻ എന്ത് വാല്യൂ കൊടുക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വണ്ണം കുറയും. അത് രീതിയിൽ നമ്മൾ ചെയ്താൽ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു എക്സസൈസ്. അത് എക്സസൈസ് എന്ന് പറയുന്നത് ഒരു അരമണിക്കൂറെങ്കിലും ഡെയിലി ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ബോഡിക്കൊരു മൂവ്മെൻറ്റ് കിട്ടാനും നമുക്ക് മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും നമ്മുടെ ശരീരം നല്ല ടോൺഡ് ആവാനുമാണ്. അല്ലാതെ നമ്മൾ കാലറി ഡെഫിസിറ്റ് പ്രോട്ടീനൊന്നും നോക്കാതെ കുറേ എക്സസൈസ് ചെയ്തതുകൊണ്ട് വണ്ണം കുറയത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് മൂന്നും ചേരുമ്പോഴാണ് നമ്മുടെ വെയ്റ്റ് ലോസ് സാധ്യമാകുന്നത്. അപ്പോൾ അത് പതുക്കെ ഇപ്പം നമ്മൾ പ്രോട്ടീനും ഇതൊക്കെ നോക്കിയിട്ടുള്ള വെയ്റ്റ് ലോസ് ആകുമ്പോൾ അവിടെ വെയ്റ്റ് ലോസ് അല്ല ഫാറ്റ് ലോസ് ആണ് നടക്കുന്നത്. ഫാറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും, സാവധാനം. അപ്പോൾ ഒരു മാസം ചിലപ്പോൾ 2 കിലോ അങ്ങനെ പതുക്കെ നമുക്കൊരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടൊക്കെ നമ്മളുടെ ഹ്യൂജ് വെയിറ്റ് ആണെങ്കിൽ അത്രയും അങ്ങ് കുറയും. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഒരു 10 കിലോ 15 കിലോ ഒക്കെ കുറഞ്ഞാൽ മതി എന്നുള്ളവരെ സംബന്ധിച്ച് എളുപ്പം ഒരു 5-6 മാസം കൊണ്ട് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മളത് ഫോളോ ചെയ്യുക. പിന്നെ ഞാനിപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്ന ഈ ഡയറ്റ് ഇത് ലൈഫ് ലോങ്ങിന് പറ്റിയ ഡയറ്റാണ്. ശരിക്കും ലൈഫ് ലോങ് നമ്മൾക്ക് ചെയ്യാൻ പറ്റിയ ഈസി ഡയറ്റാണ്. അല്ലാതെ ഇതിപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ ഇത് നിർത്തുകയല്ല. ഇനി എന്നും ഇങ്ങനെ തന്നെ ഇതേപോലെ തന്നെ ഭക്ഷണം കഴിച്ച് പോകാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ എന്നും നല്ല വണ്ണം കുറഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. അപ്പോൾ ഞാനൊന്ന് നടന്നിട്ട് ഞാൻ ആ ചാർട്ട് ഉണ്ടാക്കും. അത് ഉണ്ടാക്കിയിട്ട് അതും പിന്നെ നേരത്തെ ഉണ്ടാക്കിയ ആ പാറ്റീസും കൂടെ ചേർത്തിട്ട് ഇത് നടക്കുന്ന വേറെ എവിടെയല്ല വീട്ടിനകത്താണ്. ഒരു 15 മിനിറ്റ് വീതം പല പ്രാവശ്യമായിട്ടും നടക്കാം. അപ്പോൾ നമുക്കൊരു 1 മണിക്കൂർ എന്തായാലും നടക്കാൻ പറ്റും. ഒരു 2 മണിക്കൂറൊക്കെ ദിവസവും ഇതുപോലെ നടക്കാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് വണ്ണം കുറയും. കാരണം നമ്മൾ കാലറി ഡെഫിസിറ്റും കൂടെയാണ്. പിന്നെ ബോഡിയെ കൊണ്ട് നന്നായിട്ട് കാലറി കളയിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് വണ്ണം കുറയ്ക്കാൻ പറ്റും കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്പിരിറ്റിലേക്കൊന്നും വന്നിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇപ്പോഴും ഒരു ആമയെ പോലെ ഇങ്ങനെ എഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉഷാറങ്ങോട്ട് വന്നിട്ടില്ല. പക്ഷെ വരും, ഫുൾ സ്വിങ്ങിലേക്ക് ഞാൻ ആകാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ വീട്ടിനകത്ത് നടക്കാം. ഒരു 15 മിനിറ്റ് ഞാൻ ഇവിടെ നടന്നിട്ട് പിന്നെ നമുക്ക് ചാട്ട് മസാല ഉണ്ടാക്കി കഴിക്കാം. അങ്ങനെ ഇതാ വേർത്തു. അരമണിക്കൂർ നടന്നു കേട്ടോ. 15 മിനിറ്റ് എന്ന് പറഞ്ഞെങ്കിലും അരമണിക്കൂർ നടന്നു. പിന്നെ ഞാൻ ഇരുന്ന് നമ്മൾ സ്ക്വാട്ട് ചെയ്തു. സ്ക്വാട്ട് ചെയ്യുമ്പോൾ സ്ക്വാട്ട് ചെയ്യുന്നത് നല്ലതാണ്. മുട്ടിനൊക്കെ നല്ല ബലം വരും. പിന്നെ നന്നായിട്ട് കാലറീസ് ബേൺ ചെയ്യും. അതുകൊണ്ട് സ്ക്വാട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. വയറിനും കാലിനും ഒക്കെ നല്ല ഇത് കിട്ടും, സ്ട്രെങ്ത്ത് കിട്ടും. അപ്പോൾ അത് ഞാൻ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് നല്ലപോലെ വേർത്തത് കണ്ടോ. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു എന്നിട്ടും വിശപ്പൊന്നും ആയിട്ടില്ല. പക്ഷെ നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ കുറച്ച് കഴിയുമ്പോൾ എന്തായാലും വിശക്കുമല്ലോ. അപ്പോൾ അതും കൂടെ കഴിച്ചിട്ട് ഇന്നത്തെ ഫുഡ് ക്ലോസ് ചെയ്യാൻ പോവാം. ബൈ, സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ യു ടേക്ക് കെയർ. സദ്ഗുരുവേശ്വർ.